സ്നേഹമുള്ളവരെ, അധ്യക്ഷ പ്രസംഗത്തിനായി എത്തിയിരിക്കുന്നത് നമ്മുടെ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. നമുക്കേറെ പറയേണ്ട കാര്യമില്ല, ടോമിച്ചേട്ടൻ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആത്മായരെ പ്രത്യേകമായ വിധം കരുതുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് നമ്മുടെ അഭിവന്യ പിതാവ്. നമ്മുടെ രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ അഭിവന്യ ജോർജ് മടത്തിൽ കണ്ടത്തിൽ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദിവ്യരക്ഷാലയത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം അധികം പറയേണ്ട കാര്യമില്ല. കാരണം ടോമി സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും പറഞ്ഞു കഴിഞ്ഞു. ഇനി ടോമി പറയാത്ത ഒരു കാര്യമുണ്ട്. അതായത് 1996 മെയ് മാസത്തിലാണെന്ന് ഞാൻ കരുതുന്നു, മാത്തപ്പഞ്ചേട്ടനോട് ഇരിപ്പുണ്ട്. മാത്തപ്പഞ്ചേട്ടൻ്റെ വീട്ടിൽ മാത്തപ്പഞ്ചേട്ടനും ഞാനും കൂടി ഇരിക്കുമ്പോൾ ടോമിയും ജോഷിയും വന്ന് ഒരു കാര്യം പറഞ്ഞു. മാത്തപ്പഞ്ചേട്ടാ, നമുക്ക് ലവ് ഹോമുണ്ട്, ലവ് ഹോമിൽ സ്ത്രീകളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെയാണ് തുടക്കം. അപ്പം അങ്ങനെ ടോമിയും ജോഷിയും വന്ന് ഈ കാര്യം പറയുമ്പോൾ മാത്തപ്പഞ്ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം വല്ലതും ഉണ്ടോ? സ്ഥലമൊന്നുമില്ല. ആളുകളുണ്ടോ? ആളുകളില്ല. സാമ്പത്തികമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ? അതെല്ലാം ദൈവം തന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് വാസ്തവം പറഞ്ഞാൽ ദിവ്യരക്ഷാലയത്തിൻ്റെ തുടക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൂടെയുണ്ട്. അതുമുതൽ ഇതുമായിട്ടുള്ള ഈ ദിവ്യരക്ഷാലയവുമായിട്ട് അഭേദ്യമായ ബന്ധം എനിക്കുണ്ട്. ഞാൻ കോട്ടയം സെമിനാരിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ആദ്യം എനിക്ക് തോന്നുന്നത് 97 ഞാൻ കരുതുന്നു, അവിടെ പഠിക്കുന്ന ഡീക്കൻസിനെ ഇവിടെ പറഞ്ഞു വിട്ടു 10 ദിവസത്തേക്ക്. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ആരെയും ഇങ്ങോട്ട് വിട്ടേക്കരുത്. കാരണം ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യങ്ങളൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വിട്ടേക്കരുതെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. പിറ്റേ വർഷം കുറെ കൂടെ സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പിന്നെയും വിട്ടു. പക്ഷെ ഇന്ന് അവർ പറയുന്നത് ഇവിടെ വരുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെ വന്ന് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരുടെ പരിശീലനത്തിന് വലിയൊരു അനുഗ്രഹമാണ് എന്നവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വർഷങ്ങൾ 30 വർഷക്കാലം ഈ സ്ഥാപനത്തിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മെല്ലാവരും ഈ സ്ഥാപനത്തോട് സ്നേഹമുള്ളവരും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അധ്വാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാത്തൊരാരും ഇവിടെ ഇല്ല. ഞാൻ തമാശയായിട്ട് ഓർക്കുകയത്, സാബു തിയററ്റിക്കലായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു, അത് പ്രാക്ടിക്കലാക്കിയത് ടോമി എന്നുള്ളതാണ്. അമ്മച്ചി പറഞ്ഞു എനിക്ക് 10 മക്കളുണ്ടെന്ന് പറഞ്ഞു. ടോമിക്ക് 6 മക്കളെ ആയിട്ടുള്ളൂ ഇതുവരെ. ദൈവം നൽകുന്ന ഈ അവസരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ടാവുകയും ആ മക്കളെ വളർത്തുകയും ചെയ്യുക എന്നുള്ള പ്രോ ലൈഫിൻ്റെ വലിയ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളാണ് സാബു ജോസും. അതുപോലെ ഇപ്പം ജോയിസാണ് ഇപ്പം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ജീവൻ സംരക്ഷിക്കുവാനും ജീവൻ നിലനിർത്തുവാനുമുള്ള ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാവരും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ദിവ്യരക്ഷാലയം. ഇവിടെ പിതാക്കന്മാർ വന്നു, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, അതുപോലെ മറ്റ് പല രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്ന് മനുഷ്യജീവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം.
30 വർഷക്കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇനിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. എവിടെയൊക്കെ നമുക്ക് ഒരുമയും ഐക്യവും ഉണ്ടോ അവിടേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ദൈവം സ്നേഹമാണ്. എവിടെയൊക്കെ കരുണയുടെ പ്രവൃത്തിയുണ്ട് അവിടേക്ക് ദൈവമുണ്ട്. കാരണം ദൈവം കരുണയാണ്. അപ്പം ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ കൂട്ടായ്മയിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ അനേകർക്ക് അനുഭവവേദ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.